ഡോക്ടറെ, ഇതാണോ ഈ മാജിക്കൽ ചെയർ എന്ന് പറയുന്ന ചെയർ? എല്ലാവരും ലൈഫ് കെയർ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ടല്ലോ. ഇതിന് പ്രത്യേകത എന്താ ഡോക്ടറെ? അതായത് നമ്മുടെ സ്ത്രീകളുടെ മൂത്രദ്വാരത്തിന് ചുറ്റുമുള്ള, മലദ്വാരത്തിന് ചുറ്റുമുള്ള, യോനിഭാഗത്തിന് ചുറ്റുമുള്ള, അതുപോലെ തന്നെ അടിവയറിൽ ചുറ്റുമുള്ള മസിലുകളെ ബലം കിട്ടാൻ വേണ്ടി, ആ പേശികൾക്ക് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സർസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കസേരയാണ് ഇത്. ഈ ചെയറിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ബലം കിട്ടുമോ? യെസ്, കിട്ടും. അതായത് ഇതിന് കിരണങ്ങളുണ്ട്, ഹൈഫം എന്ന് പറയും. ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് കിരണങ്ങളുണ്ട് ഇവിടെ. ആ കിരണങ്ങൾ നമ്മുടെ പ്രത്യേകം ആ മസിലുകളെ മാത്രം കേന്ദ്രീകരിച്ച് അവർക്ക് സ്ട്രെങ്ത് നൽകുന്നു. അതായത് നമ്മളൊരു 30 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ 12,000 പ്രാവശ്യം ഈ ചെയർ നമുക്ക് വേണ്ടി കീകൾ ചെയ്ത് തരുന്നുണ്ട്. അതായത് നമ്മുടെ മസിലുകളെ നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്ത് തരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നാൽ മാത്രം മതി. നമ്മുടെ സ്ത്രീകൾക്ക് ഈ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ഉണ്ടാവുക? ഒന്നാമത്, തുമ്മുമ്പോഴോ ചിരിക്കുമ്പോഴോ കുമ്പിടുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളോട് ഒച്ചയിടുമ്പോഴോ, കുട്ടികൾ പഠിക്കാഞ്ഞാൽ നമ്മൾ ഒച്ചയിടൂലേ, അത്, പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറുമ്പോൾ, എക്സർസൈസ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൂത്രം ഇറ്റിപ്പോകുന്ന ഒരു പ്രശ്നം പൊതുവെ സ്ത്രീകളിൽ കാണലുണ്ട്. അതിന് പറയുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്താണ്. അതിന് ഇത് വളരെ ഫലപ്രദമാണ്. ഓരോ പ്രസവം കഴിയും തോറും, പ്രത്യേകിച്ച് കുറേ സമയമൊക്കെ പ്രസവ വേദന അനുഭവിച്ചവർ അല്ലെങ്കിൽ കുറച്ച് തൂക്കമുള്ള കുട്ടികളെ പ്രസവിച്ചവർ, അങ്ങനെയുള്ളവർക്ക് പേശിബലം കുറയും. യോനിഭാഗത്തെ പേശിബലം പ്രസവം കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ആ മസിലുകളെ പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഈ ചെയർ വളരെ ഉപകാരപ്രദമാണ്. അതായത് ആ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ടൈറ്റൻ ചെയ്യുന്നു, അവിടുത്തെ രക്തോട്ടമൊക്കെ കൂട്ടുന്നു. അങ്ങനെ ഈ ചെയറിന് അങ്ങനെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്ത് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും പെയിൻ ഉണ്ടാവുമോ? ഒരു വേദന ഉണ്ടാവില്ല. ഇതുപോലെ അങ്ങ് ഇരുന്നാൽ മതി, റീൽസും തോണ്ടിക്കൊണ്ട്. ഡോക്ടറെ, ഒരു കാര്യം കൂടെ പറഞ്ഞു തരുമോ? ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രസവശേഷം പേശിബലം കൂട്ടാൻ വേണ്ടി അവർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, മൂത്രം ഇറ്റിപ്പോവുക, മൂത്രത്തിന് കൺട്രോൾ കിട്ടാതാവുക. മൂന്നാമതായി ലൈംഗികാരോഗ്യം, അതായത് പേശിബലം കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഡോക്ടറെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പേസ് മേക്കർ, ഇംപ്ലാന്റ്സ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ പാടില്ല.